നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് PSC അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ളതാണ് ഈ പരീക്ഷ അല്ലേ? എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാവരും നോട്ടിഫിക്കേഷൻ എന്താണ് കണ്ടതുമാണ്. ധാരാളം നിയമന സാധ്യതകളുള്ള ഒരു തസ്തികയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. യോഗ്യത എന്ന് പറയുന്നത് ബിരുദാണ് അല്ലെ? PSC വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബിരുദതലത്തില് വളരെയധികം സാധ്യതകളുള്ള ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എന്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രത്യേകതകൾ? നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെ? ഇതിനു മുൻപ് ഈ PSC ഈ പരീക്ഷ അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നുള്ള പരീക്ഷ നടത്തിയത്, റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിച്ചത് 2020 സെപ്റ്റംബറിലാണ്. നമുക്കറിയാം, ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്? 3 വർഷത്തോളാണ് അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2023 സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും അതിന്റെ കാലാവധി എന്ത് ചെയ്യാണ്? തീരാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷ നടക്കാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. ഇതിനു മുൻപ് പ്രസിദ്ധീകരിച്ച യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റില് മെയിൻ ലിസ്റ്റിൽ ഒരു 1040ഓളം പേരും, അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒരു 500ഓളം പേരാണ് ഉണ്ടായിരുന്നത്. അതില് 850ഓളം ആളുകൾക്ക് നിയമനം എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളെ അപേക്ഷിച്ചിട്ട് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളൊക്കെ ഉള്ള ഒരു തസ്തികയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഇപ്പൊ നമുക്ക് എല്ലാ പരീക്ഷകൾക്കും പ്രിലിംസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്രിലിംസ്, മെയിൻ എക്സാമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് തന്നെ ആയിരിക്കും ഏകദേശം ഇതിനും എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഡിഗ്രി എന്താ പറയാ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സിലബസ് ഒക്കെ നമ്മൾ അറിയാവുന്നത് തന്നെയാണ്, ഡിഗ്രി ലെവല് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല്, സിലബസ് അറിഞ്ഞ് പഠനം തുടങ്ങുക. കാരണം വൈകാതെ തന്നെ പരീക്ഷ ഉണ്ടാകാനുള്ള സാധ്യത, നമുക്ക് വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ പരീക്ഷ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ അപേക്ഷ അയച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 486/2022 ആണ്. അതുപോലെ തന്നെ പ്രായപരിധി എത്രയാണ്? 18 മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? അപേക്ഷിക്കാം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവുകളുണ്ട്, സാധാരണ എല്ലാ PSC പരീക്ഷകൾക്കും ഉള്ളതുപോലെ തന്നെ. യോഗ്യതയെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. എന്താണ് യോഗ്യത? ബിരുദമാണ് യോഗ്യത എന്ന് പറയുന്നത്. അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 4/1/2023 ആണ്. വേഗം തന്നെ അപേക്ഷകൾ അയച്ച് തുടങ്ങുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ വളരെ എന്താ പറയാ, നല്ല ഒരു പോസ്റ്റാണ്. നമ്മൾക്ക് അത് ആ ഒരു ജോലിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു എക്സാം അല്ലെ, ആ പോസ്റ്റിലൂടെ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. സിലബസ് അറിഞ്ഞ് ഇന്ന് തന്നെ പഠനം തുടങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ. എയിം സ്റ്റഡി സെന്റർ LPUP, ktet, അതുപോലെ തന്നെ ജനറൽ PSCക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ നമ്മൾ കോഴ്സുകൾ നൽകി വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ ഡിസംബർ 16 ആരംഭിക്കുകയാണ്. ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് താഴെ കാണുന്ന എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. 94 46 53 70 80 എന്നുള്ള നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷ, ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ഒക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ സിലബസ് അറിഞ്ഞു പഠിക്കാൻ, നമുക്ക് സിലബസ് എന്താണ് എന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഒരു ഗൈഡൻസിന്റെ ആവശ്യമുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എയിം സ്റ്റഡി സെന്റർ തുടങ്ങുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോച്ചിങ് എന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ഡിസംബർ 16. എല്ലാവരും വൈകിക്കാതെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക, ഈ കോഴ്സിന്റെ ഭാഗമാകുക.